ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവവികാസമുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും. പാർലമെന്റിൽ നമ്മളുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഇക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം, എല്ലാ വർഷവും ബജറ്റിന് തൊട്ട് മുമ്പത്തെ ദിവസത്തിൽ നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ബജറ്റിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള ദിവസമായിരിക്കും ഇക്കണോമിക് സർവേ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഔട്ട്ലൈൻ എന്താണെന്ന് പറഞ്ഞാൽ, രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ, ഇക്കണോമിക് കണ്ടീഷൻസ്, അപ്പം കീ ഇഷ്യൂസ് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫ്ലേഷനെ കുറിച്ച്, അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച്, ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറിച്ച്, ഫോറിൻ എക്സ്ചേഞ്ചിനെ കുറിച്ച്, നമ്മളുടെ GDP കുറിച്ച്, നമ്മുടെ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് സെക്ടറിനെ കുറിച്ച്, അഗ്രികൾച്ചറിനെ കുറിച്ച്, പിന്നെ നമ്മളുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സമ്പദ് മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട സെക്ടേഴ്സിനെയും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇക്കണോമിക് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് ബജറ്റിന് മുമ്പുള്ളൊരു ദിവസം. ഇപ്പം നമുക്കറിയാം, നേരത്തെ ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിക്കുന്നത്. മുൻപുള്ള കാലങ്ങളിൽ നേരത്തെ അത് മാർച്ച് ഏകദേശം അവസാന കാലഘട്ടങ്ങളിൽ അവതരിപ്പിച്ച് പിന്നെ ഏപ്രിൽ 1 മുതൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഫെബ്രുവരി 1 പ്രത്യേകിച്ച് മോഡി സർക്കാർ വന്നതിന് ശേഷം ഫെബ്രുവരി 1 ഡേറ്റ് തിരഞ്ഞെടുക്കുകയും, അപ്പം കുറേ കാലമായിട്ട് ഫെബ്രുവരി 1 നമ്മുടെ യൂണിയൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പം യൂണിയൻ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പുള്ള ദിവസമായിട്ടുള്ള ജാനുവരി 31 എന്നുള്ള ഈ ദിവസമാണ് ഇക്കണോമിക് സർവേ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തിലെ പല സമ്പദ് വ്യവസ്ഥയെ ബന്ധപ്പെട്ട പല മേഖലകൾ അത് കവർ ചെയ്യുന്നുണ്ട്. ആ കവർ ചെയ്യുന്ന അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം 1:05 PM സാമ്പത്തിക സർവേ പാർലമെന്റിൽ അല്ലെങ്കിൽ വെച്ചു, അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ അതിന് മുമ്പ് പ്രസിഡന്റിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാണ് ആനുവൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടെന്നും പറഞ്ഞത് പ്രസിഡന്റിൻ്റെ ഒരു അഡ്രസ്സ്, ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെന്റ്, രണ്ട് പാർലമെന്റ് ഇരുസഭകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, ഈ ഇക്കണോമിക് സർവേയും പാർലമെന്റ് ഇരുസഭകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. കാരണം മൊത്തം ജനപ്രതിനിധികളും പിന്നെ സന്നിഹിതരായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാരണം ഇത് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് ആണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിനകത്തുള്ള ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അപ്പം വളരെ സത്യസന്ധമായിട്ടുള്ള എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇതിനകത്ത് നിന്നും വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ, ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം അത് രാജ്യത്തിനെ ചീറ്റ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ എന്നാലും ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അവർ അവതരിപ്പിക്കുന്ന നമുക്കറിയാം. അതിനകത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കൃത്രിമങ്ങളൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും, ഏത് ഗവൺമെൻറ് ആയാലും ശരി. അപ്പോൾ ഈ റിപ്പോർട്ട് പിന്നെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് ആണ്. യൂണിയൻ ഫൈനാൻസ് മിനിസ്ട്രിയിലുള്ള കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ്, DEA എന്ന് പറയും. അപ്പം ആ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ചീഫ് ഇക്കണോമിക് അഡ്വൈസർ, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ, CEA, ചീഫ് ഇക്കണോമിക് അഡ്വൈസറിൻ്റെ ഗൈഡൻസിലാണ് ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ സർവേ പ്രിപ്പയർ ചെയ്യുന്നതും. അത് പിന്നെ ഡിക്ലെയർ ചെയ്യുകയോ അല്ലെങ്കിൽ പാർലമെന്റിൽ അത് റീഡ് ചെയ്യുന്നത് ധനകാര്യമന്ത്രിയായിരിക്കും. ബജറ്റും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കുന്നില്ല, ബജറ്റും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ അവതരിപ്പിക്കപ്പെടുന്നത് പറഞ്ഞത്. നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ചില പ്രധാനമന്ത്രിമാർ ചില സമയത്ത് ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നെഹ്റു ഒരു പ്രാവശ്യം, ഒന്നല്ല, നെഹ്റു അവതരിപ്പിച്ചിട്ടുണ്ട്, രാജീവ് ഗാന്ധി അവതരിപ്പിച്ചിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചില പ്രൈം മിനിസ്റ്റേഴ്സ് നമ്മുടെ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് എവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക. അപ്പോൾ കേന്ദ്ര ബജറ്റിന് മുന്നോടിയായിട്ട് 2024-25 സാമ്പത്തിക സർവേ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇവിടെ അല്പസമയത്തിനുള്ളിൽ പാർലമെന്റ് വെക്കുന്ന കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് അവതരിപ്പിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് V. അനന്ത് നാഗേശ്വരൻ്റെ നേതൃത്വത്തിലാണ് സാമ്പത്തിക സർവേ തയ്യാറാക്കിയത്. അത് ചീഫ് ഇക്കണോമിക് അഡ്വൈസർ
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ആണ് ചീഫ് ഇക്കണോമിക് അഡ്വൈസർ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നടപ്പ് വർഷത്തെ, അതായത് 2024-25 കാലഘട്ടത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ പെർഫോമൻസ്, സമസ്ത മേഖലകളിലെ സമ്പദ് വ്യവസ്ഥയുടെ പെർഫോമൻസും, അതുപോലെ തന്നെ വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ ആയിരിക്കണം, അല്ലെ എങ്ങനെ ആയിരിക്കും പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഇക്കണോമിക് സർവേ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ അതിൻ്റെ ചില അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, 4 മുൻ പാർലമെന്റ് അംഗങ്ങൾ, US മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ എന്നിവർക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് അതൊക്കെ ഇതിനകത്തുള്ള പ്രശ്നമല്ല. സാമ്പത്തിക സർവേ പാർലമെന്റിൽ അവതരിപ്പിച്ചു. സാമ്പത്തിക സർവേ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സഭയുടെ മേശപ്പുറത്ത് വെച്ചതോടെ ലോകസഭ നാളത്തേക്ക് പിരിഞ്ഞു. നാളെ ബജറ്റിന്റെ ദിവസമാണ്. ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സാമ്പത്തിക സർവേ വെച്ചു. പാർലമെന്റിൽ 2 സഭകൾ അവതരിപ്പിക്കും. അപ്പോൾ അതിനകത്തിലെ ഏറ്റവും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നടപ്പ് സാമ്പത്തിക വർഷം നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ GDP-യിലെ 6.4% വളർച്ച നേടി എന്നാണ് പറയുന്നത്. കാർഷിക മേഖലയുടെ വളർച്ച 3.8%, വ്യവസായ മേഖല 6.2% വളരുമെന്ന് പ്രവചനം. അതുപോലെ സർവീസ് സെക്ടർ, സേവന മേഖല 7.2% വളരുമെന്നും സർവേ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്തിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ട്, GDP ഗ്രോത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫുഡ് ഗ്രെയിൻസ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇതിനെക്കുറിച്ചുള്ള ചില ഡേറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെഫിസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2020-21 9.2%, GDP-യുടെ 9.2% അത് കുറഞ്ഞ് 5.6% ആയിട്ടുണ്ടെന്നാണ് ഗവൺമെൻറ് അവകാശപ്പെടുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവ് ഇൻഡിക്കേറ്ററാണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞാണ് ഒരു വീഡിയോക്കകത്തിൽ, ഗവൺമെൻറ്റിൻ്റെ വരുമാനവും ചിലവും. അപ്പം ഡെഫിസിറ്റ് എപ്പോഴും വരുന്ന ചിലവ് കൂടുതലും വരുമാനം കുറയുമ്പോഴാണ്. നമ്മുടെ കമ്പനികളുടെ ബിസിനസ്സിൻ്റെയൊക്കെ ലാഭം നഷ്ടം എന്ന രീതിയിൽ, നഷ്ടം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ചിലവ് കൂടുകയും വരുമാനം കുറയുകയും ചെയ്യുമ്പോഴാണ് നഷ്ടം ഉണ്ടാകുന്നത്. അതൊരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ലോസ് ഒന്നും പ്രോഫിറ്റ് ഒന്നും പറയത്തില്ല. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫിസിക്കൽ എന്താണ് പറയുന്നത്, പോസിറ്റീവായിട്ടുള്ള, അല്ലെ ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവായിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അവസ്ഥയ്ക്ക് ഫിസിക്കൽ സർപ്ലസ്, അങ്ങനെ ആയിരിക്കും പറയുന്നത്, ഫിസിക്കൽ സർപ്ലസ് ആയിരിക്കാം. പക്ഷേ ചിലവ് കൂടുതലും വരുമാനം കുറവായിരിക്കുമ്പോൾ അതിന് ഡെഫിസിറ്റ് എന്ന് പറയും. അപ്പോൾ ആ മേഖലയിൽ 9.2% GDP-യുടെ 2021 നിന്നും കുറഞ്ഞ് 5.6% ആയിട്ടുണ്ട് എന്നാണ് ഗവൺമെൻറ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയത്തില്ല. അത് അതാത് മേഖലയിലുള്ള എക്സ്പേർട്സ് അതിനെക്കുറിച്ച് പഠിക്കുകയും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തല്ലാത്ത ആൾക്കാർ, അവരുടെയും കൂടെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴേ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഏത് കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണല്ലോ എപ്പോഴും നമ്മൾ പറയുന്നത്, ഒരു സ്ട്രോങ് ഓപ്പോസിഷൻ എപ്പോഴും ഒരു ഡെമോക്രസിയുടെ ഹെൽത്തിന് വളരെ അത്യാവശ്യമാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? പിന്നെ GDP ഗ്രോത്ത് അറ്റ് കോൺസ്റ്റന്റ് പ്രൈസസ് ഇൻ പെർസെൻറ്റേജ് 9.7% 2021-22 നിന്നും അതിന് ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നടപ്പ് സാമ്പത്തിക വർഷം 6.4%, എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. 9.7 നിന്ന് 7ആയി, 8.8 8.2 അത് ഉയർന്ന്, പിന്നെ 24-25 6.4%. 24-25 കഴിഞ്ഞ് ഇനി 2 മാസങ്ങളുണ്ട്, ഫെബ്രുവരി മാർച്ചിലുണ്ട്. അപ്പോൾ ഈ 6.4 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകും തീർച്ചയായിട്ടും. പിന്നെ അടുത്ത വർഷത്തെ പ്രഡിക്ഷനാണ് 25-26 6.3 മുതൽ 6.8% വരെ ഗ്രോത്ത് ഉണ്ടാകും, GDP-ക്ക് വളർച്ച ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻ മില്യൺ ടൺസ് 2021 310.7 നിന്നും 332.3 ഉയർന്നിട്ടുണ്ട്. അതിനകത്തിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലാണ് പറയുന്നത്. അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് US ബില്യൺ ഡോളറിലാണ്. 21-22 $607.3 ബില്യൺ ആയിരുന്നു. 22-23 അത് കുറഞ്ഞ് 572.4. അപ്പോൾ ഇത് ഈ ഫോറിൻ എക്സ്ചേഞ്ചിനെ കുറിച്ച്, ഇന്ത്യൻ റുപ്പിയുടെ തകർച്ചയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കാം. 2023-24 $646.4 ഇപ്പോൾ 24-25 $634.6 ബില്യൺ എന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ
14.8% മൈനസ് ആയിരുന്നത് 11.4 ഉയർന്നു, 5.2 കുറഞ്ഞു, 5.9 ഇപ്പോൾ നിൽക്കുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇന്നലെ പറഞ്ഞാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞത്. അതേപോലെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ചിലവാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് റോഡുകൾ പണിയാൻ വേണ്ടി, റെയിൽവേസ് പണിയാൻ വേണ്ടി, അതുപോലെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ, അതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെയും കാര്യത്തിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ കാണിക്കുന്നത്. അതൊക്കെ പോസിറ്റീവായിട്ടുള്ള ഇൻഡിക്കേഷനാണ് ശരിക്കും പറഞ്ഞത്. അടുത്ത വർഷം 6.3 മുതൽ 6.8% വരെ GDPക്ക് വളർച്ച ഉണ്ടാകുമെന്ന് സാമ്പത്തിക സർവേ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാങ്കുകളിലെ കിട്ടാക്കടം 12 വർഷത്തെ താഴ്ന്ന നിലയിലാണെന്ന് പറയുന്നുണ്ട്. അത് 2.6%-ആയി കുറഞ്ഞിട്ടുണ്ട്. അത് 12 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണിത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോ കാര്യങ്ങളും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ, മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ നിജസ്ഥിതി അറിയാൻ സാധിക്കത്തുള്ളൂ. ഇതിപ്പം ജസ്റ്റ് അതിൻ്റെ ചില ഡേറ്റ മാത്രമാണ്. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറിച്ച് മുമ്പേ നമ്മൾ പറഞ്ഞാണ്. അത് പെർസെൻറ്റേജ് GDPയുടെ പെർസെൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. 2020-21 വലിയ അന്തരമുണ്ടായിരുന്നു, 9.2%. അത് കുറച്ച് 6.7, പിന്നെ 6.4, 5.6 ഇപ്പോൾ വന്നിരിക്കുന്നുണ്ട്. ഇത് പ്രൊവിഷണൽ ആക്ച്വൽസ്. എന്താണ് പ്രൊവിഷണൽ ആക്ച്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർന്നിട്ടില്ല. കാരണം ഈ ഇത് 2023-24 വരെയുള്ളതാണ്. 24-25 നമ്മൾ മുമ്പേ ഇവിടെ കണ്ടതാണ്. 2023-24 വരെ ഉള്ളൂ. 24-25 ഉള്ളില്ല. ഓക്കെ. അപ്പം ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ കേസാണ്. വിദേശ നിക്ഷേപം, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, രാജ്യത്ത് നേരിട്ടുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏപ്രിൽ-നവംബർ കാലയളവിൽ 17.9% വർദ്ധിച്ചതായിട്ടാണ് സാമ്പത്തിക സർവേ കാണിക്കുന്നത്. അതൊക്കെ പോസിറ്റീവ് ട്രെൻഡാണ്. പിന്നെ കേരളത്തെക്കുറിച്ച് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ നിർമ്മാണ മേഖലയിലെ വളർച്ച അത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന് പ്രത്യേക പരാമർശമുണ്ട്. എന്താണത്? മാലിന്യ സംസ്കരണത്തിൽ മാതൃകപരമായ പ്രകടനം കാഴ്ചവെച്ച ഇടുക്കിയിലെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന് പ്രത്യേക പരാമർശം. പ്രതിമാസ ഫീസിനത്തിൽ 2.5 ലക്ഷം രൂപ നേടുകയും 4 ടൺ പ്ലാസ്റ്റിക് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതൊക്കെ ഗുഡ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നൈപുണ്യത്തിന് 1 ലക്ഷം കോടി നീക്കി വയ്ക്കണം. കാരണം ഇന്ത്യയിൽ നമുക്കറിയാം, ഇനിയും ഇന്ത്യയിലും AI-യുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതിൻ്റെ വളർച്ച ഒക്കെ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയുമായി പൊരുത്തപ്പെടാൻ ഇന്ത്യയിലെ യുവാക്കൾക്ക് അത് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം, ചൈനയൊക്കെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ വൈദഗ്ധ്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചൈനയായിട്ട് നമുക്ക് ഒരിക്കലും നമ്മളെ കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. എങ്കിൽ തന്നെയും നമുക്ക് നമ്മളുടെ എക്സിസ്റ്റൻസ്, നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം ചൈനയുമായിട്ടുള്ള സാമ്പത്തിക അന്തരം നമുക്കറിയാം. ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക അന്തരം നമ്മളെക്കാൾ 6 മടങ്ങ് വലിപ്പം ചൈനയുടെ സാമ്പത്തിക മേഖലയ്ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി പോലും നമുക്ക് എത്തിപ്പെടുവാൻ നമുക്ക് വളരെയധികം പ്രയാസപ്പെടുകയും, അപ്പം ഇതേ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒത്തിരി വർഷത്തെ കാലയളവ് നമുക്ക് വേണ്ടി വരുന്ന നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ പല മേഖലകളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മേഖലകളിലും നമ്മൾ എടുക്കേണ്ട ഇനിഷ്യേറ്റീവും എഫേർട്ടും നമുക്ക് കുറയ്ക്കുവാനോ അല്ലെങ്കിൽ അതിനെ നള്ളിഫൈ ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പം അതിൻ്റെ വളർച്ചയ്ക്കും ആ മേഖലയിൽ ഉണ്ടാകേണ്ട സാധ്യതകൾ, പുരോഗതികൾ, അപ്പോൾ ഇതിനൊക്കെ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വളരെയധികം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊആക്റ്റീവായിട്ടുള്ളൊരു സപ്പോർട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു എൻകറേജ്മെൻ്റ് ഒക്കെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വളരെയധികം ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഇനിയുള്ള ജനറേഷനെ അല്ലെങ്കിൽ സ്റ്റുഡൻറ് ജനറേഷനെയൊക്കെ ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ മേഖലയുമായി പൊരുത്തപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് അതിനാവശ്യമുള്ള എഡ്യൂക്കേഷണൽ സ്കില്ലും ഡെവലപ്മെൻറ്റും ഒക്കെ നൽകുവാൻ വേണ്ടി രാജ്യത്ത് അതിനെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, വിദ്യാഭ്യാസ മേഖല മുതലായിട്ടുള്ള കാര്യങ്ങൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലൊക്കെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ലെങ്കിലും
എന്നാലും ഗ്ലോബലി നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ തരത്തിലുള്ള അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യാൻ തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ്, പിന്നെ അതുപോലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, എക്സ്പെരിമെൻറ്റ്സ് ഇതൊക്കെ നടത്തുവാൻ തീർച്ചയായിട്ടുള്ള ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഗവൺമെൻറ് വളരെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ മേഖലകളിലെ മറ്റു ഭാഗത്തു നിന്നുള്ള ചൈനയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വൻതോതിലുള്ള അവരുടെ ചലഞ്ചസ് നമുക്ക് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കാനോ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഈ മേഖലയിലുള്ള വൈദഗ്ധ്യവും സ്കില്ലും എഡ്യൂക്കേഷനും വളരെ അത്യാവശ്യമാണ്. ഈ മേഖലയിൽ മാത്രമല്ല, എല്ലാ രീതിയിലും സയൻസ് ആൻഡ് ടെക്നോളജി, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇന്നൊവേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മോഡേൺ വേൾഡുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റം, സ്കിൽ ഡെവലപ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുത്തേ വരുന്നുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതിനുള്ള പിന്നെ ഇൻസെൻറ്റീവും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങളും ഫെസിലിറ്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈവറ്റ് മേഖലയിൽ നിന്നും അതിന് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സും ഒക്കെ മുന്നോട്ട് വരികയും അല്ലെങ്കിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിനെ പിന്തുണയ്ക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള മികച്ച കോളേജുകളിലും സർവകലാശാലകളിലും കോളേജിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ AI സെൻറ്റർ ഓഫ് എക്സലൻസ് COE സ്ഥാപിക്കാൻ സർവേ നിർദ്ദേശിച്ചിട്ടുണ്ട്, സർവേയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഗവൺമെൻറ് എത്രത്തോളം അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇതൊരു സജഷൻസ് ആണ് അതിൽ പലതും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അസസ്മെൻറ്റ് ഓക്കെ, പക്ഷേ ഇനിയും വരുന്ന സാമ്പത്തിക വർഷത്തിലേക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള സജഷൻസ് ആണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഈ രംഗത്ത് ഗവേഷണവും ഇന്നൊവേഷനും, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്, ഇന്നൊവേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനെയൊക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടി, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഈ കേന്ദ്രങ്ങൾക്ക് 1,00,000 കോടി രൂപയുടെ ധനസഹായം ലഭ്യമാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. 1,00,000 കോടി രൂപയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് ഈ പറഞ്ഞ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സെക്ടറിലേക്ക് മാത്രം പിന്നെ എന്താണ് പറയുന്നത് നീക്കി വയ്ക്കുവാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് ഈ പറഞ്ഞ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ. നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക സർവേ ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ വാർണിങ്സ് ഉണ്ട്. നമ്മളുടെ രാജ്യം നേരിടുന്ന സാമ്പത്തിക മേഖലമായി നേരിടുന്ന ത്രെറ്റ്സ്, ഓപ്പർച്യൂണിറ്റീസ്, SWOT എന്നുള്ളത് SWOT, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ കുറിച്ച് പറയും, ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയും, ത്രെറ്റിനെ കുറിച്ച് പറയും. അപ്പോൾ ഇതാണ് സാമ്പത്തിക സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ചില മുന്നറിയിപ്പുകൾ, വാർണിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യ വളർച്ചയുടെ പാതയിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഈ 6.4% അല്ലെങ്കിൽ 6.8% നമുക്ക് സഫീഷ്യൻ്റ് അല്ല ഒരിക്കലും. നമ്മൾ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ മുൻപന്തിയിലായിരിക്കും വളർച്ച പെർസെൻറ്റേജ് നമ്മൾ നോക്കുമ്പോൾ. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് അത് സഫീഷ്യൻ്റ് അല്ല. കാരണം ചൈന നമ്മളെക്കാളിൽ ബഹുദൂരമാണ്, അതിലും മുന്നിലാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ ചൈനയുടെ പകുതി GDP-യിലെങ്കിലും നമ്മൾ എത്തുവാൻ നമുക്ക് ഈ വളർച്ച നിരക്ക് സാധ്യമല്ലെന്നല്ല, ഇത് സഫീഷ്യൻ്റ് അല്ല. നമുക്ക് ഒരു മിനിമം 8% മുതൽ മുകളിലോട്ട് കോൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 10-15 വർഷം നമുക്ക് ആവറേജ് ആ ഗ്രോത്ത് റേറ്റും മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടാകുന്നത്. അല്ല ഈ 6.3%, 6.4% അല്ലെ 6.8% ആയാലും ഇത് നമുക്ക് ചില്ലറ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നല്ലാതെ ഒരു ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റായിട്ടുള്ള, ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ 6.3, 6.4 അല്ലെങ്കിൽ 6.5% ഗ്രോത്ത് നമ്മളെ ഏത് വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുന്നു. ഉദാഹരണത്തിന് ഈ ഒരു പെർസെൻറ്റേജ് ഗ്രോത്ത് കൊണ്ട് നമുക്ക് ഈ ഒരു സർട്ടൻ പീരീഡ് വേണമെന്നിരിക്കട്ടെ, ഇപ്പോൾ നമുക്കൊരു 30 വർഷം, പക്ഷേ 8 മുതൽ 10% നമ്മൾ ഗ്രോത്ത് വേണമെങ്കിൽ 30 വർഷത്തിനുള്ളിൽ നമുക്ക് അതിനെ കുറച്ച് ചിലപ്പം ഒരു 20 വർഷം അല്ലെങ്കിൽ 25 വർഷം എന്നുള്ളത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഗ്രോത്ത് സഫീഷ്യൻ്റ് അല്ല. ഗ്രോത്ത് ഈസ് ഓക്കെ, കാരണം ഇന്ന് ആഗോള ജിയോ പൊളിറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ജിയോ എക്കണോമിക്സ് നമ്മൾ നോക്കുമ്പോൾ നിലനിൽക്കുന്ന പല സാഹചര്യങ്ങളെ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയും അതിൻ്റെ പല പരിമിതികളിലാണ്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ
ലോകത്തെ എല്ലാ സമ്പദ് വ്യവസ്ഥകളും അനുഭവിക്കുന്നുണ്ട്. അപ്പം എന്നിരുന്നാലും ഇന്ത്യ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കുന്ന ഒരു രാജ്യമെന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അത് നമുക്ക് സഫീഷ്യൻ്റ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വളർച്ചയെ മുന്നോട്ട് നയിക്കുവാൻ ഈ ഒരു ഗ്രോത്ത് റേറ്റ് നമുക്ക് പോരാ. അല്ലെങ്കിൽ ഇന്ത്യക്ക് പെട്ടെന്നല്ല ഒരു ഇക്കണോമിക് പവർ ഹൗസ് ആകുക എന്നുള്ളത് പിന്നെ വളരെ കാലം നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അപ്പം അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ മുമ്പിൽ ചൈന ഉണ്ട്. വളരെ മുൻപിലാണ് ചൈന എല്ലാ കാര്യങ്ങളിലും, എല്ലാ മേഖലകളിലും. പിന്നെ അതിന് മുന്നിൽ അമേരിക്കയുണ്ട്. ഓക്കെ. പക്ഷെ നമുക്ക് ഉള്ള അടുത്ത കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ജപ്പാനെ ഈ വർഷം നമ്മൾ ഓവർകം ചെയ്ത് നാലാമത്തെ എക്കോണമിയാകും. പിന്നെ നമ്മുടെ മുമ്പിൽ ജർമ്മനിയാണുള്ളത്. അപ്പം ജർമ്മനിയെ നമുക്ക് തീർച്ചയായിട്ടും 1 2 3 വർഷം കൊണ്ട് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നുള്ളത് നമ്മുടെ മുമ്പിൽ ചൈനയാണ്. ആ ചൈനയെ ഓവർകം ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക സർവേ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും എന്നുവെച്ചാൽ വളർച്ചയുടെ പുതു വഴികളിലേക്കാണ് ഇന്ത്യ ചുവട് വെക്കുന്നതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മുടെ പ്രസിഡന്റും ആനുവൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം ഇതുവരെയുള്ള കണക്കെടുപ്പിൽ കൂടെ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം അല്ലെങ്കിൽ GDP 6.4% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ഇനിയും വരുന്ന സാമ്പത്തിക വർഷം, അതായത് 2025-26 6.3 മുതൽ 6.8% വരെ ആയിരിക്കുമെന്നും സർവേ പ്രവചിച്ചിട്ടുണ്ട്. അപ്പം ഇൻഫ്ലേഷൻ, പ്രൈസ് റൈസ്, വിലക്കയറ്റം, ധനക്കമ്മി, ഫിസിക്കൽ ഡെഫിസിറ്റ് ഇതൊക്കെ കുറഞ്ഞു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ ഒരു സാമ്പത്തിക വർഷത്തെയാണ് സർവേ തയ്യാറാക്കുന്നതിൻ്റെ പണിപ്പുരയിൽ പ്രവർത്തിച്ച സ്വപ്നം കാണുന്നത്. അതൊക്കെ സ്വപ്നം അല്ലെങ്കിൽ ഫോർകാസ്റ്റ് പ്രതീക്ഷ മാത്രമാണ്. ഇപ്പോൾ ബാങ്കുകളിലെ കിട്ടാക്കടം കുറഞ്ഞു വരുന്നുണ്ട്. അതൊക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ വളർച്ചാ നിരക്ക്, വളർച്ചയ്ക്ക് നിബന്ധനകൾ ബാധകം. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. കാരണം ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളത് പ്രാഥമികമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഇനിഷ്യേറ്റീവ്സ് ആണ്. കാരണം നമ്മൾ പൗരന്മാർക്ക് തീർച്ചയായിട്ടും പോളിസി മേക്കിങ്ങിൽ അല്ലെങ്കിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നതിലോ അല്ലെങ്കിൽ നയപരിപാടികൾ രൂപീകരിക്കുന്നതിലോ ഒന്നും ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ അതുപോലുള്ള ഗ്രൂപ്പുകൾക്കൊന്നും യാതൊരു സ്വാധീനമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ് ഇത്തരം നയപരമായിട്ടുള്ള മാറ്റങ്ങളും റിഫോംസ്, പിന്നെ സാമ്പത്തിക പരിഷ്കാരങ്ങളും ആധുനിക നമ്മുടെ മോഡേണൈസേഷന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ നമ്മുടെ സാമ്പത്തിക വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഒട്ടനവധി നിയമങ്ങൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ ആ നിയമങ്ങളെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയ നിയമങ്ങളെ, എന്നുവെച്ചാൽ ഒരു ആധുനിക ലോകം, ആധുനിക മോഡേൺ വേൾഡിൽ നമ്മളെ മോഡേണൈസ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട ഒരു പ്രവൃത്തിയാണ്. അപ്പം ഇൻഫ്രാസ്ട്രക്ചറിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും വളരെ അധികം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റിൽ എന്നുവെച്ചാൽ മാനുഷിക വിഭവശേഷി, അപ്പോൾ അതിൻ്റെ സ്കില്ല് ഡെവലപ്മെൻറ്റ്, നേരത്തെ വീഡിയോക്കകത്തിൽ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ, അപ്പോൾ ഇതൊക്കെ നമുക്ക് റിഫോം ചെയ്യുകയും ഈ മേഖലയിലൊക്കെ നമുക്ക് വൻതോതിലുള്ള പ്രോഗ്രസ്, അതുപോലെ ജെൻഡർ ഇക്വാലിറ്റി, ഇതൊക്കെ ചൈന നേടിയെടുത്ത സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ കൂടെ അവർ നേടിയെടുത്ത വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഇന്ത്യക്കും ഈ മേഖലകളിലൊക്കെ തന്നെ സമാനമായിട്ടുള്ള മാറ്റങ്ങളും പുരോഗതികളും നമുക്ക് നേടിയെടുത്തേ സാധിക്കത്തുള്ളൂ. കാരണം എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫണ്ടമെൻ്റൽസ് ആണ് ഈ പറഞ്ഞ മേഖലയൊക്കെ. ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ജെൻഡർ ഇക്വാലിറ്റി, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. ഇതെല്ലാ രാജ്യത്തും അല്ലെങ്കിൽ എല്ലാ സൊസൈറ്റിക്കും ഒരുപോലെയാണ് ഈ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വികാരം സൃഷ്ടിക്കുന്ന ചില ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം വളർച്ചാ മുന്നേറ്റത്തിന് നിബന്ധനകളുടെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസും നമുക്ക് കോൺഫിഡൻഷ്യലാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇക്കണോമിക് സർവേ മുന്നോട്ട് വെക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് സ്വകാര്യ മേഖലയിൽ നിന്നും അതുപോലെ തന്നെ വിദേശത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകൾ
ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് വികാരം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന നിയന്ത്രണങ്ങളുടെ ചങ്ങലകൾ ഇനിയും പൊട്ടിച്ചു കളയാനുണ്ടെന്നാണ് സർവേ വാദിക്കുന്നത്. അപ്പോൾ ഈ സർവേ പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഗവൺമെൻറ് കൃത്യമായിട്ട് അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, തന്നെയാണ് കാരണങ്ങൾ എന്നുള്ളത്. അപ്പോൾ അത് സർവേക്കകത്തിൽ ഒരു സജഷൻ എന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു അസസ്മെൻ്റ് എന്ന രീതിയിലും അത് സർവേക്കകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസരാഹിത്യം നീക്കണം. ഏതാണ് വിശ്വാസരാഹിത്യം എന്താണെന്ന് അറിയില്ല. അപ്പം ഇതാണ് നമുക്ക് വളർച്ചയ്ക്ക് നിബന്ധനകൾ ബാധകം, അല്ലെങ്കിൽ വളർച്ചയ്ക്ക് വികാരം സൃഷ്ടിക്കുന്ന നിയമങ്ങളും അവസ്ഥകളും സോഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്, കൾച്ചറൽ കണ്ടീഷൻസ് ഉണ്ട്, ലീഗൽ കണ്ടീഷൻസ് ഉണ്ട്. അതെല്ലാം മാറ്റിയെടുത്ത് നമുക്ക് വളർച്ചയുടെ പാതയിലൂടെ നമുക്ക് മുന്നേറാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഓഹരി വിപണിയിലെ പ്രവണത, വളർച്ച മുരടിപ്പിൻ്റെ ഇക്കാലത്തെ വളർച്ച മുരടിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ജനങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പവും അതുപോലെ തന്നെ സാധനങ്ങളുടെ വിലക്കയറ്റമാണ്. പിന്നെ ടാക്സിലുള്ള, നമുക്കറിയാം നേരത്തെ ടാക്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ പർച്ചേസിങ് പവറിനെ സാരമായി ബാധിക്കുന്നുണ്ട്. പർച്ചേസിങ് പവറിനെ സാരമായി ബാധിക്കുന്നത് കൊണ്ട് അവർക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. സ്പെൻഡ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഉപഭോഗം കുറവാണ്. ഉപഭോഗം കുറവായതുകൊണ്ട് അത് ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റിനെയും ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഉപഭോഗം കുറച്ചു കളയുന്ന ചില സാഹചര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് സാമ്പത്തിക സർവേയിലുണ്ട്. ഉപഭോഗത്തെ കുറയ്ക്കുന്ന സാഹചര്യങ്ങളാണ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, സാധനങ്ങളുടെ വില കൂടുതൽ, ഈ ടാക്സേഷൻ, ഉയർന്ന ടാക്സ് എല്ലാ രീതിയിലും, ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും. അപ്പോൾ അതൊക്കെ കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ പർച്ചേസിങ് പവറിനെ ബാധിക്കുകയും അവർക്ക് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് എമൗണ്ട് പൈസ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഉപഭോഗം കുറയും. ഉപഭോഗം കുറയുമ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഡിമാൻഡുകൾ കുറയും. അപ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഡിമാൻഡ് കുറയുന്നുണ്ട്, ബിസിനസ്സുകളുടെ ലാഭം കുറയും. ബിസിനസ്സുകളുടെ ലാഭം കുറയുമ്പോൾ അവർക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകത്തില്ല, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ അവരുടെ കയ്യിലുണ്ടാകത്തില്ല. അപ്പോൾ കോവിഡിന് ശേഷം നമ്മുടെ ഓഹരി വിപണിയിലേക്ക് ചെറുകിട നിക്ഷേപകരുടെ ഒരു വൻ നിര തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ പ്രകടമാണ് നമുക്കറിയാം. അപ്പോൾ വിപണിയുടെ തിരുത്തലുകൾ നമുക്കറിയാം എപ്പോഴും ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ചെറുകിട നിക്ഷേപരെയൊക്കെ അത് വൻതോതിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ആ വിപണിയുടെ തിരുത്തലുകൾ ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് ക്രാഷ് ആകുന്നു. മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ ചെറുകിട നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപിച്ച തുക നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതവരെ ഉപഭോഗത്തിൽ നിന്നും പിൻവലിക്കാനുള്ള അല്ലെങ്കിൽ പുറകോട്ട് ഉൾവലിയാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുമെന്നൊക്കെ സർവേ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ 2025 അമേരിക്കൻ സാഹചര്യങ്ങൾക്കിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രംപിൻ്റെ പുതിയ ഭരണ നേതൃത്വവും ട്രംപ് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ചില നയപരിപാടികൾ, അപ്പോൾ അതൊക്കെ ഇന്ത്യൻ വിപണിയെ കൂടുതൽ തിരുത്തലിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഏത് സമയത്തും അവിടെ ഒരു നയപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യയെ പോലുള്ള എല്ലാ മാർക്കറ്റുകളിലും അതിൻ്റെ സ്വാധീനം ഉണ്ടാകുകയും മാർക്കറ്റിനെ ക്രാഷ് ചെയ്യാൻ അല്ലെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പതിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെറുകിട നിക്ഷേപകരെയൊക്കെ സ്വാധീനിക്കാനുള്ള വലിയ ഒരു സാധ്യതയുണ്ടെന്ന് സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ കുടുംബങ്ങളുടെ സമ്പാദ്യം ഒരു പരിധി വിട്ട് ഈ ഓഹരി വിപണിയിലേക്ക് ഒഴുകുന്നതിൻ്റെ ഒഴുകുന്നതായിട്ടുള്ള ഒരു വസ്തുതയും കൂടെ റിപ്പോർട്ട് മുമ്പോട്ട് വെക്കുന്നുണ്ട്. അപ്പം അത് ഈ പറഞ്ഞ മാർക്കറ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വൊളറ്റാലിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാഞ്ചാട്ടം, മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ കുടുംബങ്ങളുടെ സമ്പാദ്യം ഓഹരി വിപണിയിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് അവർക്ക് അവരുടെ ധനം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുകയും തന്മൂലം അവർക്ക് ഉപഭോഗത്തിൽ നിന്നും അവരെ പുറമോട്ട് പിൻവലിക്കാനുള്ള സാധ്യതയൊക്കെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ധനവിപണിയുടെ പരിധി വിട്ട സ്വാധീനം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ധനവിപണിയുടെ പരിധി വിട്ട സ്വാധീനം സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മൂലധന ആവശ്യത്തിനൊത്താണ് ധനവിപണി വളരേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സജഷൻസാണ്, മനസ്സിലായല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു കൺട്രോൾ, റെഗുലേഷൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് അനുസരിച്ചിട്ടുള്ള ചില നിയമപരിപാടികൾ ഒക്കെ ഉണ്ടാകണം എന്നാണ് സാമ്പത്തിക സർവേ പറയുന്നത്. കൃഷിയുടെ കാര്യത്തിൽ നമുക്കറിയാം കാർഷിക മേഖല വളരെയധികം
ഇപ്പോഴും മോഡേണൈസ് ചെയ്യപ്പെടാത്ത ഒരു മേഖലയാണ് നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കാർഷിക മേഖലയുടെ പൊട്ടൻഷ്യൽ ശക്തി ശേഷി ഇനിയും അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന യാഥാർത്ഥ്യത്തിന് നേരെയും അത് വിളിച്ചു പറയുന്നുണ്ട് സാമ്പത്തിക സർവേ. അപ്പോൾ ഉൽപാദനക്ഷമത കൂട്ടാനും അതുപോലെ തന്നെ കൃഷിച്ചെലവ് കുറയ്ക്കാനും ഒക്കെയുള്ള നയപരമായ നടപടികൾ കൂടിയേ കഴിയും. നമുക്കറിയാം അഗ്രികൾച്ചർ റിഫോംസ് ബില്ല് കഴിഞ്ഞ വർഷങ്ങളിലോ അതിനു മുമ്പുള്ള വർഷങ്ങളൊക്കെ ഉണ്ടായപ്പോൾ രാജ്യത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും സമരങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു ഇത് കാർഷിക മേഖലയെ കൂടുതൽ ഉദാരവൽക്കരിക്കണം എന്നൊക്കെയാണ് ഇത് ഒരുപക്ഷെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. കാരണം ഉൽപാദനക്ഷമത കൂട്ടാൻ ഇപ്പം നിലവിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ കാർഷിക മേഖലയിൽ സാധിക്കത്തില്ല. അതിന് തീർച്ചയായിട്ടും അതിൻ്റെ കോർപ്പറേറ്റ് വൽക്കരണത്തിൽ കൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ കോർപ്പറേറ്റ് വൽക്കരണം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഈ എവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെല്ലുവിളികൾക്കും പോരായ്മകൾക്കും ഇടയിൽ കാർഷിക മേഖല മെച്ചപ്പെട്ട വളർച്ച നേടുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഓക്കെ. തൊഴിലിടത്ത് ഡിജിറ്റൽ സമ്മർദ്ദം. ഡിജിറ്റൽ ലോകത്ത് നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് നമുക്കറിയാം ഇന്ന് ഡിജിറ്റൽ വേൾഡാണ്, ഡിജിറ്റലൈസേഷനാണ് എല്ലായിടത്തും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ശക്തമായിട്ടുള്ള കടന്നുകയറ്റം എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പം സ്വകാര്യ മേഖലയിൽ പ്രത്യേകിച്ച് തൊഴിൽ ശക്തി, മാനസികാരോഗ്യം, തൊഴിലുടെ സംസ്കാരം ഇവയിലൊക്കെ സർക്കാർ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ടെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു. ജോലി സമയ ചർച്ചകൾ ഉയർന്നു വരുന്നതിനിടെയാണ് ഇത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് L&Tയുടെ ചീഫ്, അതുപോലെ നാരായണമൂർത്തി, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള സമയത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അവർ ചില പ്രസ്ഥാനങ്ങളൊക്കെ ഇറക്കുകയും രാജ്യത്ത് പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിതെളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് തൊഴിൽ സമയം കൂട്ടണമെന്നും ഞായറാഴ്ചയും കൂടെ ജോലി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പലരും പല രീതിയിലുണ്ട്. കാരണം ചൈനയുമായിട്ട് കമ്പയർ ചെയ്ത് ചൈനയുടെ പ്രൊഡക്ടിവിറ്റിയുടെ പകുതി പോലുള്ള നമ്മൾ, അല്ലെങ്കിൽ ചൈനയുടെ പ്രൊഡക്ടിവിറ്റി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി പുറകിലാണ്. അപ്പം പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ തൊഴിൽ സമയം കൂട്ടണമെന്നൊക്കെ പറഞ്ഞ് പല ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം ഇക്കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വളരെ പ്രൊവാക്റ്റീവായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടാകണമെന്നാണ് ഇക്കണോമിക് സർവേ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു വളരെ ബ്രീഫായിട്ടുള്ളൊരു വിശദീകരണം എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത് ഒത്തിരി ഉണ്ട്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇക്കണോമിക് സർവേയെക്കുറിച്ച് ഒത്തിരി പോയിന്റുകൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ദൈർഘ്യം വളരെ കൂടി പോകുന്നതിൻ്റെ ഇതെല്ലാം ഇതിൻ്റെ ബ്രീഫായിട്ടുള്ള പോയിന്റുകളാണ്. ഇക്കണോമിക് സർവേ എന്താണ് പറയുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്. GDP ഗ്രോത്തിൻ്റെ കാര്യം 6.3% മുതൽ 6.8% വരെ ഫിനാൻഷ്യൽ ഇയർ 26 ഉണ്ടാകാം. ഇപ്പോഴത്തെ പെർഫോമൻസ് 6.4%. അപ്പോൾ അത് കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ ആവറേജുമായിട്ട് ഏകദേശം അടുത്തുള്ളൊരു ഗ്രോത്ത് റേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഗ്രോസ് വാല്യൂ ആഡഡ് ഫിനാൻഷ്യൽ ഇയർ 25 6.4% ഇൻക്രീസ് എന്ന് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 8.2% ജൂലൈ മുതൽ നവംബർ 2024 വരെയുള്ള കാലയളവിൽ ഉയർന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും കൂടും എന്ന് പ്രൊജക്റ്റഡ് ടു ആക്സിലറേറ്റ്, കൂടാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നെ ഇൻഫ്ലേഷനെ കുറിച്ച് പറയുന്നുണ്ട്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡിക്ലൈൻ ടു 4.9% ഏപ്രിൽ ഡിസംബർ കാലയളവിൽ. അത് ഗവൺമെൻറ്റിൻ്റെയും RBIയുടെയൊക്കെ പോളിസി അല്ലെങ്കിൽ ഇടപെടൽ കാരണമാണെന്ന് പറയുന്നുണ്ട്. ഫ്യൂച്ചർ ഇൻഫ്ലേഷനെ കുറിച്ച് പറയുന്നുണ്ട്. 4% സ്റ്റെബിലൈസ് ചെയ്യാൻ ഉള്ള സാധ്യതയുണ്ട്. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടാർഗറ്റുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്പോർട്ട് ഗ്രോത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏപ്രിൽ ടു ഡിസംബർ 2024 കാലയളവിൽ ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്ട് 6% വളർച്ച ഇയർ ഓൺ ഇയർ ബേസിസിൽ ഇൻക്രീസ് ഉണ്ട്. പിന്നെ സർവീസ് മേഖലയിൽ 12.8%, അതായത് ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ കഴിഞ്ഞ വർഷത്തിനേക്കാളിലും 5.7% അത് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് FDIയുടെ ഇൻഫ്ലോയും കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളെക്കുറിച്ചെല്ലാം ടച്ച് ചെയ്യുന്നൊരു റിപ്പോർട്ടാണ് ഇക്കണോമിക് സർവേ റിപ്പോർട്ട്. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെ കുറിച്ച് ഡിസംബർ 2024 കൂടി ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് $640.3 ബില്യൺ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ 10.9 മാസത്തെ, അതിൻ്റെ ഏകദേശം 11 മാസം നമ്മളുടെ ഇമ്പോർട്ടിനെ കവർ ചെയ്യാനുള്ള തുകയുണ്ടെന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ 90% ബാഹ്യ കട വിദേശ കടത്തിൻ്റെ 90% അത് കവർ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ റിന്യൂവബിൾ എനർജിയുടെ ഗ്രോത്ത്, സോളാർ വിൻഡ് എനർജിയുടെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പം അതും 15.8% കൂടിയിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ക്യാപിറ്റലൈസേഷൻ്റെ GDP 136% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ചൈനയുടെ 65%, ബ്രസീലിൻ്റെ 37% എന്ന് പറയുന്നുണ്ട്. അപ്പം കൂടുതൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ വേണമെന്ന്, വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ കൂടുതൽ സാമ്പത്തിക പരിഷ്കാരം വേണമെന്ന് ഇക്കണോമിക് റിഫോംസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോങ് ടേം ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖല. കണ്ടിന്യൂസ് പുഷ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്. അടുത്ത 20 വർഷത്തേക്ക് നമുക്ക് ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച നേടാൻ വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ച, പിന്നെ അത്ഭുതകരമായിട്ടുള്ള വളർച്ച നേടിയെടുക്കുവാൻ സാധിക്കത്തക്ക രീതിയിൽ അതിനകത്തിൽ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണ്ടിവരും, അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം എന്ന് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സ്മോൾ ബിസിനസ്, ചെറുകിട വ്യവസായങ്ങൾക്കുള്ള സഹായങ്ങൾ, ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് 50,000 crore സെൽഫ് റിലയൻറ്റ് ഇന്ത്യ ഫണ്ട് പ്രൊവൈഡ്. 50,000 കോടി രൂപയുടെ ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ, കൃഷി മേഖലയുടെ ഗ്രോത്തിനെ കുറിച്ച് 3.8% ഗ്രോത്ത്, അതും പിന്നെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മേഖലകളെല്ലാം തന്നെ കവർ ചെയ്തിട്ടാണ്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് പറയുന്നുണ്ട്, സോഷ്യൽ സെക്ടർ സ്പെൻഡിങ്, ഹെൽത്ത് കെയർ. ഗവൺമെൻറ് പറഞ്ഞ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് പറയുന്നത്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഫെൽ ടു 3.2%. 2023-24 3.2% കുറഞ്ഞെന്നാണ് പറയുന്നത്. 2017-18 6.0% ആയിരുന്നത് പിന്നെ 3.2% കുറഞ്ഞു എന്നാണ് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമുക്കിവിടെ വിശദീകരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമയം ഒത്തിരി ചിലവാകും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നാളെ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില ടോപ്പിക്കുകൾ നമുക്ക് മറ്റു വീഡിയോകളിൽ സംസാരിക്കാം. തൽക്കാലം ഈ ടോപ്പിക്ക് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.